അശ്ശൈത്താനു ഫിൽ മർഅതി ഫീ സലാസതി മവാതിന, 3 സ്ഥലങ്ങളിലാണ് സ്ത്രീകളിൽ ശൈത്താൻ അവരോധിക്കുക. വഫീ ഐനൈഹാ, അവളുടെ 2 കണ്ണുകളിലാണ് പിശാച്. കണ്ണും കണ്ണും തമ്മിൽ കഥകൾ. ഇതാണ് പുരുഷന്മാരെ അപേക്ഷിച്ചിടത്തോളവും 3 സ്ഥലത്താണ് പിശാചിരിക്കുക. അവന്റെ 2 കണ്ണിലും. അതുകൊണ്ട് ആദ്യം നമ്മളുടെ നോട്ടം, ആദ്യം ഈ മെസ്സേജിന്റെ തുടക്കം കണ്ണുമാണ്. കണ്ണുകൊണ്ടാണ്. ആ 2 കണ്ണിലാണ് പരിപാടി. അല്ലേ? കണ്ണുമായിട്ടുള്ള ബന്ധമാണ് എല്ലാം. എവിടെ പോയാലും സമീർ അങ്ങനല്ലേ? അല്ല, പരിചയമുള്ളവരത്തെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണുമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മളെല്ലാം ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. അതാണ് അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ശൈത്താൻ അവിടെ ഇരുന്നുകൊണ്ട് ആ പെണ്ണിന്റെ കണ്ണിലോട്ട് ഒരു അടി അടിക്കും, അവൾ ഇങ്ങോട്ടൊരു അടി അടിക്കും. അതാണ് സൈറ്റ് അടി എന്ന് പറയാ. ഓൺലൈൻ അവിടെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞു. ഓൺലൈനിൽ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതല്ലേ നിങ്ങൾ കണ്ടത്? എന്താ കണ്ടില്ലേ സംഭവം? ഇതാണ് സംഭവം. അപ്പൊ കണ്ണിൽ ശൈത്താൻ ആണിന്റെയും ഇരിക്കും പെണ്ണിന്റെയും ഇരിക്കും. എന്നിട്ട് രണ്ടാമത് എങ്ങോട്ട് കൊണ്ടുപോകും? ആ സൂറത്ത് ആ ഫോട്ടോ. ഒരിക്കലും ഖുർആൻ പഠിച്ചാലും മറന്നു പോകും. പക്ഷേ ഈ കാസർഗോട്ടുകാരി പെണ്ണിനെ കണ്ടാ മറക്കൂല. അവന്റെയും അവളുടെയും ഖൽബിൽ, കണ്ണീന്ന് നേരെ അത് സേവ് ചെയ്ത് ഹാർഡ് ഡിസ്കിലേക്ക് കൊണ്ടെത്തിക്കും. അത് ഇന്ന ശൈത്താന തുനഖിഷു സൂറത്തൽ മർഅതി ഫീ ഖൽബിർ റജുലി. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ഈ പിശാച് വന്നിട്ട് അവളുടെ സൂറത്ത് ഇവന്റെ ഖൽബിൽ വരച്ചു കൊടുക്കും. അപ്പൊ നിസ്കരിക്കുമ്പോ എന്റെ നെഞ്ചിൽ നീയാണ്, നിന്റെ കൽബിൽ ഞാനാണ്. അതാണ് പറഞ്ഞു വന്നിട്ട്. വെറുതെ അല്ല, ഇത് ഹദീസാണിത്. അദ്ദേഹം അത് പാട്ടിലൂടെ ആയാലും സംഭവം ശരിയല്ലേ? ഫാത്തിമ, എന്റെ പൊന്ന് ഫാത്തിമോ, നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്റെ ഫാത്തിമ. കാരണം ഞാൻ കണ്ണ് തുറന്നാൽ നീയാണ്, കണ്ണ് അടച്ചാലും നീയാണ്. ടെൻഷൻ. ഈ ശൈത്താന്റെ പണിയാപ്പ ഇത് കറക്റ്റ് അതിൽ നിന്ന് കണ്ണിൽ നിന്ന് എടുത്ത് കൽബിലേക്ക് ഇട്ട് തരും. ഈ കൽബിൽ നിന്ന് മാറൂല ഇത്. അല്ലേ? വർഷങ്ങളായി പഴക്കമുള്ളവര് പണ്ട് പ്രേമിച്ച പ്രേമലേഖനത്തെ കുറിച്ച് ഇപ്പോഴും പള്ളിയുടെ കോലായിലിരുന്ന് ചർച്ച ചെയ്യുന്നത് കാണാം. പണ്ടത്തെ വയസ്സന്മാർ ഞാൻ ഇന്ന് ഒരു സഹോദരനെ രോഗസന്ദർശനത്തിന് കാണാൻ പോയപ്പം അദ്ദേഹവും ആ രോഗിയെ കിടക്കുന്ന ആളും വേറൊരു വയസ്സായ ആളും കൂടെ ഇരുന്ന് അവരുടെ പഴയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ വന്നുകൊണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് നിർത്തിയതാണ്. അപ്പൊ ആ പഴയ കാര്യം ഒന്ന് കേൾക്കുന്ന ഒരു രസമാണ്. പണ്ട് വയലിന്റെ ഓരത്തുകൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ആ പത്രത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ കത്തൊക്കെ കൊടുക്കുന്ന രംഗം. ഇപ്പൊ കത്ത് ലൈവായിട്ട് പടപടാന്ന് അങ്ങോട്ട് പോവല്ലേ. പണ്ടൊരു കത്ത് എടുത്ത് കൊടുത്ത് അതങ്ങനെ ഇന്നാൾ അവിടെ കൊണ്ടു കൊടുത്ത് ഇവിടെ കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെയല്ല പരിപാടി. പ്രേമലേഖനം എന്നാ പറയാ. അപ്പൊ ഈ കൽബിൽ വന്നിരിക്കും. കണ്ണിൽ നിന്ന് പിശാച് നേരെ കൽബിലേക്ക്. പിന്നെ വഫിൽ മർഅതി വഅലാ ഇബ്തി, അവളുടെ പിൻഭാഗത്താണ് പിശാച് വന്ന് അവരോധിക്കുക. അവളുടെ പിറകുഭാഗത്ത്, പുരുഷന്മാരുടെ ഗുഹ്യ ഭാഗത്ത്. ഈ 3 സ്ഥലത്താണ് പിശാചിരിക്കുക എന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കാണ്. ഇത് ശൈത്താന്റെ പണിയാണ്. ഇതുകൊണ്ടാണ് മഹാന്മാര് കണ്ണടയ്ക്കുന്നത്. ഒളിച്ചു ഒറ്റയ്ക്കുള്ള ഓരോ ഗ്രാമങ്ങളിലും കാട്ടിലൊക്കെ പോയിരിക്കുന്ന ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഈ ഹറാമിന്റെ അംശങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ ഒഴിവാക്കാൻ. അല്ലെങ്കിൽ നമ്മളും വീണ്ടും കുടുങ്ങിപ്പോകും. ഇന്നിനിപ്പോ നമ്മൾ ഒരു പെണ്ണിനെയും കാണണ്ട, മൊബൈൽ അങ്ങോട്ട് ഓണാക്കിയാൽ അത് തന്നെ മതിയായി.
തുറന്നാൽ തന്നെ മതിയല്ലോ. ഈ മക്കളൊക്കെ പിഴച്ചു പോകാനുള്ള കാരണം ഇത് തന്നെയല്ലേ? ഈ മക്കളൊക്കെ പിഴച്ചു പോകാൻ ഇങ്ങനെയുള്ള സെക്സ്വൽ ചിന്ത ഉണ്ടാകാനുള്ള കാരണം ഈ മൊബൈലാണ്. ഈ മൊബൈലാണ്. ഇന്നർ ഇട്ടിട്ട് മാത്രം നിൽക്കുക, ഹാഫ് ഷർട്ടിൽ നിൽക്കുക, ഹാഫ് ഡ്രസ്സിൽ നിൽക്കുക. ഇതൊക്കെ നമ്മുടെ കൊച്ചു കുട്ടികൾ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയാണ്. അവർക്കും അതിനോട് താല്പര്യം ഉണ്ടാകാൻ ഈ ഓൺലൈൻ പഠനത്തിലൂടെയാണ് ഇന്ന് ഇത്രയും കുട്ടികൾ ഇങ്ങനെ പഴിച്ചു പോകാൻ കാരണം. ആ ഓൺലൈനിലൂടെയാണ് ഈ ലഹരി വിൽപ്പനയും നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി മാതാപിതാക്കള് ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ വാപ്പയും ഉമ്മയുമാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ. അവരുടെ ദുആയാണ്, അവരുടെ പരിശ്രമമാണ് വേണ്ടത്. കാരണം ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ, രക്ഷിക്കണേ. വഖൂദുഹാ, ആ നരകത്തിലെ ഇന്ധനം എന്തെന്നറിയോ? അന്നാസു വൽ ഹിജാറ. ആ നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ് കേട്ടോ. അതുകൊണ്ട് ഈ മക്കൾ നാളെയുടെ പൂക്കളാണ്. നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട മക്കളാണ് കേട്ടോ. അതുകൊണ്ട് ആ മക്കളെ നമ്മൾ സാലിഹീങ്ങളാക്കി വാർത്തെടുക്കണേ. അതിന് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണേ, ഖുർആനുമായി ബന്ധമുള്ളവരാക്കണമേ, നമസ്കാരമുള്ള മക്കളാക്കി തർബിയത്ത് കൊടുത്ത് വളർത്തണമേ. ഇടത് കൈ കൊണ്ടൊരു കുട്ടി ഭക്ഷണം കഴിച്ചാൽ ഉമ്മ നിങ്ങൾ ആ ഇടത് കൈയിൽ അടിച്ചിട്ട് മോനെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ. ബിസ്മി ചൊല്ലാതെ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചാൽ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണേ, മോനെ സമ്മില്ല, ബിസ്മി നീ ചൊല്ലണേ മകനെ, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണേ മകനെ, പാത്രത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണേ മകനെ. ഇതാണ് തർബിയത്ത്. ഇത് തർബിയത്താണ്. ഒരു വാപ്പ ഉമ്മാന്റെ ബാധ്യതയാണ്. അവൻ 7 വയസ്സായി കഴിഞ്ഞാൽ ഉമ്മാന്റെ കിടപ്പറയിൽ നിന്ന് ആൺകുട്ടിയെ മാറ്റി കിടത്തണേ. 7 വയസ്സായ പെൺകിടാവിനെ ഉപ്പാന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണേ. ഫൈദാ ബലഗ 16 സന, അവർക്ക് 16 വയസ്സായാൽ സൗവജഹു അബൂഹു, വാപ്പാ വാപ്പാ പൊന്നുപ്പാ, ഒരു മകൾക്ക് 16 വയസ്സാകുമ്പോ ആ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് വാപ്പാടെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ നിയമത്തിന് എതിരാണ് ആ 16 എന്നുള്ളത് എതിരായിരിക്കാം. പക്ഷേ അതുകൊണ്ട് 18 വയസ്സായാൽ വാപ്പാ തന്റെ മകളെ നിങ്ങൾ 19 ആകാൻ നോക്കി നിൽക്കേണ്ടതില്ല കേട്ടോ. കാരണം കാലം വളരെ മോശമാണ് ഉപ്പ. ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ മക്കളെ പ്രായമായി വിവാഹത്തിന് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് തന്റെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാതെ ആ മകളോ മകനോ പിഴച്ചു പോയാൽ, അതായത് വ്യഭിചരിച്ചു പോയാൽ, അന്യ പുരുഷനുമായി ഒരു ചങ്ങാത്തം സ്ഥാപിച്ചാൽ, വാപ്പാ ഫഇന്നമാ ഇസ്മുഹു അലാ അബീ, ആ മോള് പിഴച്ചതിന്റെ ഉത്തരവാദിത്വം ഈ വാപ്പാടെ മേലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മോളെ കല്യാണം കഴിപ്പിക്കേണ്ട സമയമാകുമ്പോ കല്യാണം കഴിപ്പിക്കേണ്ടത് വാപ്പാടെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവളെ വെച്ച് നീട്ടിക്കൊണ്ടുപോകലല്ല. അവളെ കല്യാണത്തിന്റെ സമയമായി കല്യാണം കഴിപ്പിക്കാതെ അവൾ ഒരു തെറ്റിലേക്ക് പോവുകയോ ഒളിച്ചോടി പോവുകയോ ചെയ്തു പോയാൽ വാപ്പാക്ക് സ്വസ്ഥമായി കബറി കിടക്കാൻ പറ്റൂല കേട്ടോ. ഒരുപക്ഷെ നമസ്കാരമുള്ള വാപ്പയാകാം, നമസ്കാരമുള്ള ഉമ്മയാകാം, ഇബാദത്തുകളുള്ള മാതാപിതാക്കളാകാം. പക്ഷേ ഉപ്പമാരെ ഉമ്മമാരെ, ഈ ദുനിയാവോടുകൂടി അസ്തമിച്ചു പോകുന്ന ജീവിതമല്ല നമ്മുടെ കേട്ടോ. ഈ വാപ്പയോടൊപ്പം ഈ ഉമ്മയോടൊപ്പം ഈ മക്കളോടൊപ്പം നാളെ
സ്വർഗത്തിന്റെ സോപാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണ് കേട്ടോ. ഏതെങ്കിലും ഒരു മോള് മറ്റവന്റെ കൂടെ ഒളിച്ചോടിപ്പോയാൽ നാളെ മഹ്ശറിൽ ഈ വാപ്പാടെ പേര് ചേർത്താണ് ആ മകളെ നാളെ വിളിക്കപ്പെടുക. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അതിനെന്ന സ്വർഗലോകമുണ്ടല്ലോ. ആ സ്വർഗലോകം എന്ന് പറയുന്നത് വാപ്പാമാർക്കും ഉമ്മമാർക്കും തന്റെ അരുമ സന്താനങ്ങൾക്കും തന്റെ മരുമക്കൾക്കും തന്റെ കിടാങ്ങൾക്കും പേരമക്കൾക്കും വേണ്ടിയുള്ളതാ. ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആരാണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. വമാ സ്വലഹ മിൻ ആബായിഹിം വമാ സ്വലഹ മിൻ ആബായിഹിം. മക്കൾ പിഴച്ചു പോകാതിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ പിഴച്ചു പോയാൽ അതിനെന്ന സ്വർഗത്തിൽ കയറാൻ പറ്റൂല കേട്ടോ. അതിനെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ പിഴച്ചു പോകാത്ത മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ സന്താനങ്ങളുമാണ്. അങ്ങനെ വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആ സ്വർഗലോകത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോ മാലാകമാർ പല വഴികളിലൂടെ കടന്നു വന്നിട്ട് അവരോട് പറയുകയാ, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഇനി ഞങ്ങൾ സ്വർഗത്തിൽ കട്ടറും ഭാഗമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ നന്മയോ തിന്മകളോ ഞങ്ങളെ രേഖപ്പെടുത്തുന്നില്ല കേട്ടോ. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾ സുഖലോലുപരായി കഴിയണേ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ നൽകുകയാണ്. മാലാകമാർ ആ അതിനെന്ന സ്വർഗത്തിൽ വന്ന് നമുക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുമ്പോ ആ സ്വർഗത്തിലെത്തണോ. 18 വയസ്സാകുമ്പോ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. ആ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ അതിനുള്ള വകയുണ്ടായിട്ട് അതിനുള്ള വഴിയുണ്ടായിട്ട് അതിനുള്ള സാഹചര്യമുണ്ടായിട്ട് ഈ മക്കളെ കല്യാണം കഴിപ്പിക്കാതെ ആ ഉമ്മയോ ഉപ്പയോ മരിച്ചു പോയാൽ ഉമ്മ ഉപ്പ ആ കുട്ടി ഒരുപക്ഷെ പിഴച്ചു പോയാൽ അല്ലാഹ് കാക്കട്ടെ, ആ ഉപ്പാക്ക് സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ പറ്റൂല കേട്ടോ. ആ കുട്ടി പിഴയ്ക്കുന്നതിന്റെ രംഗങ്ങൾ ആ ഉപ്പ ഖബറിൽ കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനുള്ള കാരണം ഈ ഉപ്പയാണെന്ന കാരണത്താൽ ഉപ്പയെ വീണ്ടും ശിക്ഷിക്കുകയാണ് കേട്ടോ. എന്നാലോ ഒരു കുട്ടി നന്നായി വളർന്നു വരികയും ആ കുട്ടി ഇബാദത്ത് ചെയ്യുകയും ആ കുട്ടി ഖുർആൻ ഓതുകയും ആ കുട്ടി നന്മ ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഗുണം ആ ഖബറിലേക്ക് ലഭിക്കുമത്രേ. ആ ഖബറിൽ ആ ഉപ്പ സന്തോഷിച്ച് കഴിയുമത്രേ. ഏത് വേണമെങ്കിലും യുവർ ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് പ്രായപൂർത്തിയായ മക്കളെ വാപ്പമാരെ വളരെ വേഗത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ മക്കൾ രണ്ടുപേരും പ്രായമായ ഉടനെ തന്റെ രണ്ട് മക്കൾ പ്രായപൂർത്തിയായതോടെ അദ്ദേഹം പറയുന്നു, മക്കളെ ഇദാ അറത്തുമുൻ നിക്കാഹ അൻകഹതുകും, നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഉപ്പ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു തരാം. കാരണം ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻസനാ നസഅല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ.
ആരെങ്കിലും കല്യാണം കഴിക്കാതെ വ്യഭിചരിച്ചു പോയാൽ, കല്യാണം കഴിച്ചിട്ടും വ്യഭിചരിച്ചാൽ നഊദുബില്ല, പടച്ചവരെ നീ കാക്കണേ അല്ലാ. അങ്ങനെ വ്യഭിചരിച്ചു പോയാൽ നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചെടുക്കുമത്രേ. കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു, ഒരു പുരുഷൻ തന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെ അല്ലാഹു അവന്റെ ഈമാൻ പറിച്ചെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഒളിച്ചോടുന്നതിന് മുമ്പ് കെട്ടിച്ചോട്. നമ്മൾ വേറെ ആരെങ്കിലും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് പോയി കെട്ട്, ഹലാലായിട്ട് കല്യാണം കഴിക്കണം. ഒന്നുകൊണ്ട് മതിയായില്ലെങ്കിൽ ഒന്നുകൂടെ കെട്ടിക്കും. എന്നാലും സിനാ ചെയ്യണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കാലം വരുമത്രേ വഴിതെറ്റുന്ന യുവത, ഒരു കാലം വരുമത്രേ, ഓർക്കണം. ഹത്താ ഇന്നർ റജുല ലിയുഗശിയൽ മർആ അലാ ഖാരിഅതി ത്വരീഖ്. ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. അതേതാണ് കാലമെന്ന് അറിയുവോ? ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന, പരസ്യ ചുംബനം നടത്തുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ. അത് കണ്ടിട്ട് വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും അതിനെ തടുക്കാൻ കഴിയൂല കേട്ടോ. അത് തെറ്റാണെന്ന് പറയാൻ പോലും പറ്റൂല കേട്ടോ. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ആ കാലമല്ല ഇത്, ആ കാലമല്ല ഇത്. ബേക്കൽ ഫോർട്ടിൽ പോയി നോക്ക്, പാറപ്പുറത്ത് മരത്തിന്റെ ചോട്ടില്, ചെടിയുടെ ചോട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് കാണാം. തലശ്ശേരിയില് ഒരു പാർക്കുണ്ട്, അവിടെ പോയി നിങ്ങൾ നോക്ക്, കടലിനോട് ചേർന്ന്. നമ്മൾ അവിടെ പോയി നോക്കിയാൽ ചെടി ഇങ്ങനെ അനങ്ങുന്നത് കാണാം. പടച്ചവനെ, വല്ല കറാമത്തിറങ്ങിയോ? ചെടി മാത്രം അനങ്ങുന്നത് കാണാം. വല്ല ഔലിയാക്കൾ അവിടെ ഇരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി പോകുമ്പോ വലിയ ശൈത്താൻ രണ്ടെണ്ണം കെട്ടിപ്പിടിക്കുകയാണ്. അതിന്റെ അറക്കത്താൻ. അത് ഏതാണ് ഇതെന്ന് പറഞ്ഞുതരില്ല. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ എന്നെ അടുത്ത ആളുകൾ കൊണ്ടുപോയി കാണിച്ചു. ഞാനൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. ആ കുലുക്ക് ഉണ്ട്, സിൽസാല്. വല്ലാത്ത ഇന്തിഷാറാ അത് സംഭവം. അവിടെ പോണ ആടാണ് സംഭവം, ഇങ്ങനെ ആടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങനെയല്ലേ, ചെറുപ്പക്കാരുടെ മടിയിൽ പെണ്ണ് കയറിയിരിക്കും അല്ലേ, യുവാവിന്റെ മടിയിൽ യുവതി കയറിയിരിക്കാണ്. അത് പ്രശ്നമൊന്നുമില്ല. അവര് ചുമ്മാ കയറി ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അവരുടെ മടിയിൽ ഇവർ കയറിക്കുക, ഇവന്റെ മടിയിൽ അവർ കയറിയിരുത്തുക. അങ്ങനത്തെ കാലം ഖിയാമത്ത് നാളിന്റെ അടയാളം. നഊദുബില്ലാ, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ അടയാളായി പോയി. അങ്ങനല്ലേ? അതിന് ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു കാലം വരൂന്ന്. അതിനാ സദീഖഹു വഖസാ അബാഹു, മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കൂല. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവരെ മടിയിലിരുത്തി വാപ്പ ഉമ്മാന്റെ വാക്കുകളെ നിഷേധിക്കുന്ന, തിരസ്കരിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബാ. നബിയുനാ റസൂലുള്ളാഹി. അതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സ്ത്രീകൾ പരസ്യമായിട്ട് വാഹനം ഓടിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. കച്ചവടത്തിന് സ്ത്രീകൾ രംഗത്തേക്ക് വരും. പുരുഷന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടിരുത്തുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. കച്ചവടം നടക്കാൻ വേണ്ടി ചെറുപ്പക്കാരി പെൺകുട്ടികളെ സെയിൽസ് ഗേളായിട്ട് അവരെ എടുത്തിട്ട് അവരെ കൗണ്ടറിൽ ഇരുത്തിയിട്ട് ചെറുപ്പക്കാരുടെ കച്ചവടം ആകർഷിക്കുകയാണ്. അങ്ങനെ ധാരാളം സൂപ്പർ മാർക്കറ്റുകൾ വരുന്ന ഒരു കാലമുണ്ടായാൽ അത് ഖിയാമത്തിന്റെ അടയാളമായി സ്വഹാബ നിങ്ങൾ കരുതണേ. ഇല്ലേ? ഞാൻ വെറുതെ എന്റെ വാക്കല്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാ. പക്ഷെ ഈ പറഞ്ഞൊക്കെ ശരിയല്ലേ? ഉണ്ടോ സമീറ? പ്രസിഡന്റ് ശരിയല്ലേ? അങ്ങനെ പറയപ്പാ. ആരെങ്കിലും എനിക്ക് ഒരാളെ സപ്പോർട്ട് വേണ്ടേ?
ഇത് ചെരുമ്പ ബഷീറാന്നായിരിക്കുന്നത്. അതെയാ എന്റെ ബഷീറെ ഒരുമാതിരി വിഷമിച്ചിരിക്കുന്ന കണ്ടു കുറെ നാളായില്ല. അപ്പൊ നമ്മുടെ എതിരാളിയായി മാറിയെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നു, ഒരു സംശയം. മജീദേ, സംഭവം ശരിയല്ല. ഇപ്പൊ ആ മൊത്തം കടയിലൊക്കെ പെണ്ണുങ്ങന്മാരെ ഇരുത്തിട്ട് അല്ലേ, ഉസ്താദന്മാര് പോകുമ്പോ മാത്രം നമ്മളെന്താ കണ്ട, നിന്നെ ഒന്ന് കണ്ട ഇപ്പൊ എന്താ, നമ്മൾ ഇവളെ കണ്ടിട്ട് ഓടി അങ്ങോട്ട് കടയിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ ചെല്ലു കയറുന്നു, മൊത്തം അടച്ച് പൂട്ടി കെട്ടി അല്ലാഹ്. ബാക്കി എല്ലാവരും ഇരിക്കുമ്പോ എന്തപ്പ ഇത്, ഞങ്ങളെന്താപ്പ ജിന്ന, ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കണ്ട എന്താപ്പോ. എത്ര ഓപ്പണായിട്ട് ഇന്ന് മറ്റുള്ളവരുമായിട്ടിരുന്ന് സംസാരിക്കുന്ന കടയിൽ നമ്മളൊന്ന് കേറിപ്പോയാൽ അല്ലാഹ് എല്ലാം അടച്ച് പൂട്ടി മൂട്ടി. ഉസ്താദ് എന്താ വേണ്ട, സാധനം അവിടെ ഇരിപ്പുണ്ട്, എടുത്തോളി, ബക്കറ്റിൽ പൈസ ഇട്ടോളി, അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് ഇപ്പൊ സംഭവം. എന്റെ പൊന്നമക്കളെ, ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നുമില്ല, ഞങ്ങൾ മനുഷ്യർ തന്നെയാണ്. ഈ സാധാരണക്കാരെ കാണുന്നത് തെറ്റാ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളെയും കാണുന്നത്. അല്ല ഇപ്പൊ അവരെ കണ്ട കുഴപ്പമില്ല, നമ്മളെ കാണുമ്പോൾ കുഴപ്പമൊന്നും അങ്ങനൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആരെയും കാണാൻ നിൽക്കണ്ട. അപ്പൊ എല്ലായിടത്തും മൂടിക്കോളി, ഏറ്റവും നല്ലത് എല്ലായിടത്തും മൂടിക്കോളി. അങ്ങനെ നമ്മൾ രംഗത്തേക്ക് അങ്ങനെ വരണ്ട, സൂക്ഷിക്കുന്ന നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടം മോശമാണ്, ഇപ്പോഴത്തെ കാലം മോശമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നല്ല, നമ്മൾ അവരോട് സൂക്ഷിച്ചാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ അനുഭവങ്ങളൊന്നും പറയുന്നില്ല, ധാരാളം അനുഭവങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ എന്നും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആഖിറത്തിൽ ഒന്ന് ഭയപ്പെട്ടാൽ വളരെ ഉപകാരം. നാളെ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ, സ്വർഗത്തിൽ പോകണമെന്ന് കൊതിയുണ്ടോ, എങ്കിൽ നിങ്ങൾ ഇത് ആഗ്രഹിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة മോളെ, സ്വർഗവും നരകവും സമമല്ല കേട്ടോ, സ്വർഗവും നരകവും സമമല്ല കേട്ടോ. വഅസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് വിജയം വരിച്ചവര് കേട്ടോ, അവരാണ് ഉത്കൃഷ്ടര് കേട്ടോ, അവരാണ് മഹോന്നതര് കേട്ടോ. ദുനിയാവിലെ സുഖമെല്ലാം ക്ഷണികമാണ് മോളെ. ഒരു ചെറുക്കന്റെ പിന്നാലെ, ഒരു യുവാവിന്റെ പിന്നാലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഓർക്കണേ, അവൻ ആഗ്രഹിക്കുന്നത് നിനക്കൊരു പുതുജീവൻ, ഒരു പുതുജന്മം നൽകാനല്ല കേട്ടോ. നിന്റെ പരതയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ മാംസദളങ്ങളാണ് അവന്റെ മനോമുകുരത്തിലുള്ളത്. അത് അവൻ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയും മോളെ. നിന്റെ ശരീരത്തിന്റെ എല്ലാ നന്മകളും അതോടെ ചോർന്നു പോയി കേട്ടോ, നിന്റെ ചാരിത്രം അതോടെ തകർന്നു പോയി കേട്ടോ. പിന്നെ നിനക്ക് അള്ളാന്റെ മുന്നിൽ ഒരു സംശുദ്ധയോടെ പരിശുദ്ധയോടെ കണ്ടുമുട്ടാൻ സാധ്യമല്ല മോളെ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നിന്റെ പർദ്ദയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പവിഴമുത്ത് ഹലാലല്ലാത്തവർക്ക് നീ വിളമ്പരുത് കേട്ടോ. വലാ തഖറബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ, ഒളിഞ്ഞും തെളിഞ്ഞും തെറ്റിലേക്ക് അടുക്കരുതേ എന്നാണ് പറഞ്ഞത്, തെറ്റ് ചെയ്യരുതേ എന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. വ്യഭിചരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്, കൊതിയാണ്, പക്ഷേ വ്യഭിചരിക്കരുതേ എന്നല്ല ഖുർആൻ പറഞ്ഞത് കേട്ടോ. അതിലേക്ക് അടുപ്പിക്കുന്ന വഴികളിൽ പോലും അടുത്തു പോകരുത്.
പോകരുത് കേട്ടോ. അത് ഏറ്റവും ദുഷിച്ച പ്രവണതയാണ്, ദുഷിച്ച ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും പൊന്നുപെങ്ങളെ. ആ സാക്ഷി പറയുന്ന ദിവസം നമ്മുടെ നാവുകൾ ബന്ധിക്കപ്പെടും കേട്ടോ. പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുന്നവരാണ് ഞാൻ, നമ്മൾ ഒന്നടങ്കം ഓതുന്നവരാണ്. നമ്മളെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരും. ഹാലൂയാ വൈലനാ മംബഅസനാ മിമ്മർഖദിനാ. എക്കാലവും ഇല്യാസ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കാമെന്ന ബോധി വേണ്ട കേട്ടോ. ഒരു വിളിയാളം ആകാശത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഏതൊരു ഭൂമിയുടെ മലമുകളിലെ കല്ലിലാണോ, ഏതൊരു പാർക്കിലെ തോട്ടത്തിലാണോ നിങ്ങൾ ഒളിച്ചിരുന്നു കൊണ്ട് ഈ ലൈംഗിക അതിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, മദ്യം കഴിച്ചത്, ലഹരി ഉപയോഗിച്ചത്, ഒരു ദിവസം വരും ആ മണ്ണ് അതിന്റെ യാഥാർത്ഥ്യം തുറന്നു പറയുന്ന ദിവസമാണ്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അവന്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. വഖാലൽ ഇൻസാൻ മാലഹാ. അന്ന് ഈ മനുഷ്യൻ ചിന്തിക്കും, പടച്ചവനെ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നോ, ഞാനൊരു സ്വപ്നം പോലെയാണല്ലോ ഇത് കണ്ടത്. അങ്ങനെ അവനെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്. അവൻ കണ്ണ് തിരുമിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. എവിടേക്ക് കൊണ്ടുപോവുകയാണ്? ഉണരണേ ഉണരണേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. ഹാദാ മാ വഅദർ റഹ്മാൻ. ഇനി നമുക്ക് മഹ്ശറയാണ്, ഇനി നമുക്ക് വിചാരണയാണ്. അവിടെ മീസാനുണ്ട്, അവിടെ തുലാസുണ്ട്, അവിടെ ഗ്രന്ഥം നൽകപ്പെടും. അവിടെയാണ് സ്വർഗം, അവിടെയാണ് നരകം. ആ കോടതിയിലേക്ക് വരണേ വരണേ, ആ വിചാരണയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കാല് എങ്ങോട്ടാണോ നടന്നു പോയത്, കൈ എവിടെയാണോ പിടിച്ചത്, കണ്ണ് എവിടെയാണോ നോക്കിയത്, ആർക്കാണ് മെസ്സേജ് വിട്ടത്, ആരെയാണ് കെട്ടിപ്പിടിച്ചത്, ഏത് ചുണ്ടുകൊണ്ടാണ് ചുംബിച്ചത്, ഏത് നാവ് കൊണ്ടാണ് ഒപ്പിയെടുത്തത്, ഇത് മുഴുവനും അള്ളാന്റെ കോടതിയിൽ അത് തന്നെ സ്വമേധയാ സാക്ഷി പറയുകയാണ്. കൈകൾ സംസാരിക്കുകയാ, കണ്ണുകൾ സംസാരിക്കുകയാ, നാവ് സംസാരിക്കുകയാണ്, ചുണ്ടുകൾ സംസാരിക്കുകയാ, കാലുകൾ സംസാരിക്കുകയാണ്, അവന്റെ തുടയല്ല സംസാരിക്കുകയാണ്. ആദ്യമായി അവലുമായി യുകല്ലിമു ഇബ്ന ആദം ഫഖദുഹുൽ ഐസർ. ആദ്യമായി റബ്ബിന്റെ കോടതിയിൽ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വെച്ച് സംസാരിക്കുന്നത് അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവേ, എന്റെ മടിയിൽ ഞാൻ ഒരുപാട് പെണ്ണിന്റെ ചന്തി വെച്ചിട്ടുള്ള തുടയാണ് നാദാ. നമ്മൾ പറയണ്ട യുവാക്കളെ, നമ്മൾ പറയണ്ട കേട്ടോ, ആ തുടയല് പറയും നാദാ, ഒരുപാട് പെണ്ണിനെ എടുത്തു വെച്ച സ്ഥലമാണ് അല്ലാ. പടച്ചവനെ കാക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ. നാളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഐബാക്കല്ല പടച്ചവനെ. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ
ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹ് പറയുകയാ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ ജനങ്ങളെ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. കേവലം ഒരു ചെറിയ സുഖത്തിന് വേണ്ടി മദ്യപിച്ചിട്ട് മദിരാശികളുടെ മടിത്തട്ടൽ തലചായിച്ച് ദിനരാത്രങ്ങളെ തള്ളി നീക്കരുതേ. നാളെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് വിളിക്കുമ്പോ നിന്റെ പള്ളയില് ഏതെങ്കിലും NDM കിടന്നാൽ മോനെ നീ പോകുന്നത് നരകത്തിലാണ് കേട്ടോ. സ്വർഗമില്ല, സ്വർഗമില്ല. സ്വർഗത്തിന്റെ ഫോട്ടോ നിന്റെ മുന്നിൽ നിന്ന് അത് വലിച്ചെറിയപ്പെടും. കാരണം നിന്റെ ഉള്ളിലുള്ളത് ലഹരിയാണ്. ലഹരിയിലൂടെ ഒരാൾ മരണപ്പെട്ടാൽ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അതാണ്. ആരെങ്കിലും മദ്യപിച്ചവനുണ്ടെങ്കിൽ അവന് നിങ്ങൾ സലാം പറയരുതേ. മദ്യപാനവും ലഹരിയും ഇന്ന് സർവ്വസാധാരണമാണ്. ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാർ എവിടെയായുള്ളത്? ലഹരി ഉപയോഗിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ ഛർദിച്ച് 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 അല്ലാഹുവേ, ഒരു മുസ്ലിമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് വല്ലാത്ത വിഷമമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഖബറാണ്, പെട്ടെന്ന് ചിന്തിക്കുന്നത് ഖബറാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുഭാവം പറയുകയാണ്, അല്ലാഹുവേ, ഞാനൊരു സ്വപ്നം കണ്ട് ഞെട്ടിപ്പോയി പടച്ച റബ്ബേ. എന്താണ് ആ സ്വപ്നമെന്നറിയുവോ? എന്റെ കുഞ്ഞു പൈതൽ മരണപ്പെട്ട സമയത്ത് ഞാൻ അവനെ കൊണ്ട് എന്റെ കൈകൾ കൊണ്ട് ആ പള്ളിക്കാട്ടിൽ ഞാൻ അവന്റെ മയ്യത്തടക്കി. ഫലമ്മാ റഅയ്തുഹു ബഅദ ദാലിക ഫീ മനാമി, കുറെ നാളുകൾക്ക് ശേഷം എന്റെ പൈതലിനെ, എന്റെ കിടാവിനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാ. വഖദ് ശാബ റഅസുഹു, ആ കുട്ടിയുടെ തലമുടി മുഴുവനും നരച്ചുപോയി, നരച്ചുപോയി. അത്ഭുതത്തോടുകൂടി ആ കിനാവിൽ വെച്ച് എന്റെ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുകയാണ്, യാ വലദി ദഫൻതുക വഅന്ത സഗീർ ഫമാ ശയ്യബക, മോനെ, നീ കുഞ്ഞു പൈതലായിരിക്കുമ്പോ ഈ ഉപ്പ നിന്നെ കൊണ്ടുപോയി കബറടക്കിയില്ലേ മകനെ? ഈ ഉപ്പ നിന്നെ സ്വപ്നത്തിൽ കാണുമ്പോ നിന്റെ തലമുടി നരച്ചിരിക്കുകയാണ് മകനെ. ഫമാ ശയ്യബക, നിന്നെ നരപ്പിച്ച വസ്തുത ഏതാണ്? നിന്നെ നരപ്പിച്ച വസ്തുത ഏതാണ്? ഈ ഉപ്പ സ്വപ്നത്തിൽ ചോദിക്കുമ്പോ ആ കുട്ടി വിലപിക്കുകയാണ്. ആ കുട്ടി മറുപടി പറയുകയാണ്, യാ അബതീ ദുഫിന ഇലാ ജാനിബി റജുലുൻ മിമ്മൻ കാന യശ്റബുൽ ഖംറ. എന്റെ ഉപ്പാ, എന്റെ ഖബറിന്റെ അരികിൽ ഒരു മദ്യപിച്ചവന്റെ, ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കി ഉപ്പാ. ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഫസഫറത് ജഹന്നമു ഹീന ഖുദൂമിഹാ, ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ തന്നെ നരകം കിടുകിടാ വിറച്ചു പോയിപ്പാ. നരകം പ്രക്ഷോഭിച്ചുപ്പാ, നരകം പ്രകോപിച്ചുപ്പാ. ഫമാ ബഖിയ അഹദുൻ ഇല്ലാ ശാബ റഅസുഹു, ആ ഒരു ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിൽ അടക്കിയതോടെ ഈ ഖബർസ്ഥാനിലുള്ള മുഴുവൻ പേരുടെയും തലമുടി നരച്ചുപോയി ഉപ്പാ. എന്താണ് കാരണം? നരകം കിടുകിടാ വിറച്ചുപോയി, നരകം ഗർജിക്കുകയായി, നരകം പ്രകോപിക്കുകയായി. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ആരെങ്കിലും മദ്യപിച്ചിട്ട് മരിച്ചു പോയാൽ ഫലാ തുസല്ലൂ അലൈഹി, അവന്റെ ജനാസ പോലും നമസ്കരിപ്പിക്കരുതേ. വഇൻ മരിള ഫലാ തഊദൂ, അവൻ രോഗിയായാൽ രോഗസന്ദർശനം നടത്തരുതേ. ഫലാ തുസല്ലൂ അലൈഹി വലാ തുസല്ലിമൂ
അവന് നിങ്ങൾ സലാം ചൊല്ലരുതേ. ഉമ്മമാരോട് ഞാനൊരു ഉപദേശം നടത്തുകയാണ്. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മദ്യപിച്ചു വരുന്ന മക്കൾക്കും മദ്യപിച്ചു വരുന്ന ഭർത്താവിനും മദ്യപിച്ചു വരുന്ന മക്കൾക്കും നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് വേണ്ടി ഈ അബൂബക്കർ പറയുകയാണ്, മന്നതഅമ ശാരിബൽ ഖംറി ലുഖ്മതൻ മിനത്താം സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഏതെങ്കിലും മക്കളോ ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ മദ്യപിച്ചിട്ട് നിങ്ങളുടെ തീന്മേശയുടെ മുന്നിലേക്ക് വരുമ്പോ നിങ്ങളുടെ മുബാറക്കായ കൈകൊണ്ടവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ സല്ലല്ലാഹു അലൈഹി ഹയ്യതൻ വഅഖറബാ, അവരുടെ ശരീരത്തിൽ അല്ലാഹു പാമ്പുകളെയും തേളുകളെയുമാണ് അവരുടെ ഖബറിൽ വെച്ച് അല്ലാഹു നിക്ഷേപിക്കുക. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, നിങ്ങളുടെ മക്കള് മദ്യപിച്ചു വന്നാൽ, ലക്കുകെട്ട് വന്നാൽ, ലഹരി ഉപയോഗിച്ചു വന്നാൽ അവർക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കല് കേട്ടോ. ഏതെങ്കിലും മദ്യപാനി മരിച്ചു പോയാൽ മുസ്ലിം ഖബർസ്ഥാനിൽ അടക്കല്ലേ പ്രസിഡന്റുമാരെ. കാരണം അവന്റെ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം അടുത്തുള്ള ഖബറാളിക്കും ഉണ്ടാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ അനാവശ്യങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളുമെല്ലാം വർജിക്കണേ, വർജിക്കണേ, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചേക്കാം. സ്വർഗവും നരകവും സമമല്ല കേട്ടോ. നരകാവകാശികൾ എക്കാലവും പീഡനത്തിലാണ്, സ്വർഗാവകാശികൾ എക്കാലവും സന്തോഷത്തിലാണ്.